നമസ്തേ, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. മകരമാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച, അതായത് 30 ചൊവ്വാഴ്ചയാണ് ജനുവരി 20-ാം തീയതി. ഇതിനെ മകര ചൊവ്വ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ചൊവ്വാഗ്രഹം മകരം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ എത്തുന്ന സമയമാണ്. ഈ ഒരു സമയം ചൊവ്വാഗ്രഹത്തിന്റെ അധിപന്മാരായ ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയും ഭജിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും അകന്ന് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് ചൊവ്വാദോഷ പരിഹാരം, മാംഗല്യസിദ്ധി, അതുപോലെ തന്നെ ജാതകത്തിലെ ചൊവ്വാ ദശാകാലം അനുഭവിക്കുന്നവർക്ക് ഈ ഒരു ദിവസം വളരെയധികം പ്രാധാന്യപ്പെട്ടതാണ്. കാരണം ഈ ഒരു ദിവസം സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഭജിക്കുന്നതിലൂടെ നിങ്ങളുടെ സകല ദോഷത്തിനും പരിഹാരം വന്നു ചേരുന്നതാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ ഭഗവതിക്ക് നെയ്വിളക്ക്, കുരുതി പുഷ്പാഞ്ജലി, നാരങ്ങ വിളക്ക്, നാരങ്ങാമാല, കടും പായസം, കുങ്കുമാർച്ചന ഇവയിൽ യഥേഷ്ടം വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ ചുവന്ന പട്ടും ചുവന്ന പൂക്കളും ദേവിക്ക് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ആ ദിവസം ലളിതാ സഹസ്രനാമം, ഭദ്രകാളി 10 തുടങ്ങിയ മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. ഓം ഭദ്രകാളിയെ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഭദ്രകാളി 10ന്റെ അർത്ഥസഹിതം വീഡിയോ നമ്മുടെ സന്ധ്യാദീപം ചാനലിൽ ലഭ്യമാണ്. കാണാത്തവർക്ക് താഴെ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കൂടി കാണാവുന്നതാണ്. ഇനി ആ ഒരു ദിവസം രാഹുകാല സമയത്ത് നമ്മുടെ വീട്ടില് നാരങ്ങാ വിളക്ക് കൊളുത്തി വെച്ച് ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തി ഭഗവാന് അഭിഷേകം നടത്തുന്നതും നെയ്വിളക്ക് കൊളുത്തുന്നതും വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യന്റെ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ ഭുജംഗം, സ്കന്ദഷഷ്ടി കവചം, ഓം ശരവണഭായ നമ എന്ന മന്ത്രം 108 തവണയും ജപിക്കാവുന്നതാണ്. കൂടാതെ ചൊവ്വാഴ്ച കൂടി ആയതിനാൽ ഭഗവാന് വെറ്റില ദീപം കൊളുത്തുന്നവർക്ക് ആ ഒരു വഴിപാടും വീട്ടിൽ സമർപ്പിക്കാവുന്നതാണ്.